So, good evening everyone. നമ്മുടെ കൺസെപ്റ്റ് ബേസ്ഡ് എഞ്ചിനീയറിംഗ് ക്ലാസ് 13ൻ്റെ P3 അതായത് മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ ഇതുവരെ രണ്ട് ക്ലാസ്സസ് നമ്മൾ P1 ആൻഡ് P2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വീഡിയോസും കണ്ടു നോക്കാം. ആ രണ്ട് വീഡിയോസിലുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇത് മൂന്നാമത്തെ വീഡിയോ ആണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ടുഡേയ്സ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിസൈൻ ഫോർ ലൈഫ് സൈക്കിൾ ആണ് ആക്ച്വലി. അതായത് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ. ദാറ്റ് മീൻസ് എത്ര കാലം അത് നിൽക്കും, എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയാൻ നമ്മുടെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടലി ഒരു പ്രോഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിനെ അതിൻ്റെ മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ അതിൻ്റെ ടെസ്റ്റിങ്, പിന്നെ അതുപോലെ തന്നെ അത് ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നു. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീയൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ റീയൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അതിനെ നമ്മളെന്ത് ചെയ്യുക, എക്സാക്ട്ലി അതിനെ റീയൂസ് കഴിഞ്ഞിട്ട് റീയൂസ് ചെയ്യാൻ പറ്റിയെങ്കിൽ അത് റീയൂസ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ ഡംപിങ് ചെയ്ത് അതിൻ്റെ വീണ്ടും നമ്മളതിനെ റീസൈക്കിൾ ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ആക്ച്വലി ലൈഫ് സൈക്കിൾ. അതായത് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ആക്ച്വലി ഇതാണ് ആക്ച്വലി. അപ്പോൾ ഈ ലൈഫ് സൈക്കിൾ അനാലിസിസ് നമ്മൾ നടത്തണം. ഓക്കെ, എനിവേ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ അത് എത്രത്തോളം കാലം നിൽക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എനിവേ so go for detail. So design for life cycle, it can be closely associated with economics. Okay, so life cycle എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് റിയലി അസോസിയേറ്റഡ് വിത്ത് എക്കണോമിക്സ്. എന്തുകൊണ്ടാണ് എക്കണോമിക്സ് എന്ന് പറയാൻ കാരണം, സപ്പോസ് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിൽ ഉപയോഗിക്കുന്ന പാർട്ടുകൾ, ആ പാർട്ടുകളിൽ ഉണ്ടാകുന്ന കോസ്റ്റ്, അതിൻ്റെ സ്റ്റാൻഡേർഡായിട്ടുള്ള പാർട്ടുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലൈഫ് സൈക്കിൾ വളരെയധികം ബെറ്റർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയാൻ നമ്മളിപ്പോൾ ഒരു TV മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന എല്ലാ പാർട്ടുകളും ഹൈലി ക്വാളിറ്റിയുള്ള ഒരു പാർട്ടുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ക്വാളിറ്റി പാർട്സിന് എന്തായാലും പൈസ കൂടും. ഓക്കെ, അപ്പം ദാറ്റ് ക്വാളിറ്റി പാർട്ട് മേക്ക് ഷുവർ ദാറ്റ് ദി ടോട്ടൽ അവർ പ്രോഡക്റ്റ് ഷുഡ് ബി ഇൻ എ ഹൈ ക്വാളിറ്റി. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ പറയാൻ നമ്മളിപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനീസുള്ള മൊബൈൽ ഫോൺസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം. അതിനൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 5-10 കൊല്ലമൊക്കെ അത് നിൽക്കും ആക്ച്വലി. ബിക്കോസ് ഇറ്റ്സ് കോമ്പണൻസ്, ഇൻസൈഡ് കോമ്പണൻസ് ഈസ് ഹൈലി സ്റ്റാൻഡേർഡ്. ഓക്കെ, റൈറ്റ്. ദെൻ കൺസിഡർ ദി ഫാക്ട് ദാറ്റ് ദി നാച്ചുറൽ റിസോഴ്സസ് ഓഫ് ദ വേൾഡ് ആർ ലിമിറ്റഡ്. ഓക്കെ, നമ്മളൊരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലൈഫ് സൈക്കിൾ കൂട്ടണമെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് റെയർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും. സോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ആർ വെരി ലിമിറ്റഡ്. സോ ദാറ്റ് ഈസ് ഓൾസോ കൺസിഡർ അബൌട്ട് വൈൽ വി ഗോയിങ് ടു ഡിസൈൻ ഫോർ ദ ലൈഫ് സൈക്കിൾ ഓഫ് എ പ്രൊഡക്റ്റ്. And the materials and the natural effect of the nature must be clearly understood and considered in order to the engineer to satisfy the concern and the requirement associated with the needs of the project he or she is designing. Suppose an engineer is dealing with some project. Okay, he is going to design something. Okay, then he have to concern that this is the material he is going to use, which is he is taking from the natural. Okay, so the natural material he is taking, natural material എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഓക്കെ നാച്ചുറൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല മരോ കല്ലോ കാര്യങ്ങളോ എന്തെങ്കിലും ആയിരിക്കും. ദാറ്റ് ഇസ് നോട്ട് ഐ മീൻ ദാറ്റ് ദി സ്റ്റീൽ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഒരാൾക്ക് ഉണ്ടാക്കിയെടുക്കുന്നതല്ല, കെമിക്കലി ഉണ്ടാക്കിയെടുക്കുന്നതല്ല. ഇറ്റ്സ് റോട്ടായാണ് ആക്ച്വലി, ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ് ആക്ച്വലി. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ മാതിരി പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റീൽ ഉണ്ടാക്കുന്നത്. സോ ഇറ്റ്സ് ഓൾസോ ആക്ച്വലി എ ലിമിറ്റഡ് സോഴ്സ് ആക്ച്വലി. ഓക്കെ, ഇറ്റ്സ് ഓൾസോ എ ലിമിറ്റഡ് വൺ. സോ ലൈക്ക് എവറിത്തിങ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും ഇതുപോലെ തന്നെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, എല്ലാം ധാരാളമായിട്ട് നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, സോ ഇതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ഡിസൈനർ ഷുഡ് ബി ഡിസൈൻ ആക്ച്വലി. ഓക്കെ, now the challenge is for the engineer is to determine how the physical environment can be altered. Okay, so by using the advantage to create the maximum amount of useful product as the lowest possible cost. So he should be understand that the ഫിസിക്കൽ എൻവറോൺമെൻറ്റ് ക്യാൻ ബി ആൾട്ടർ ചെയ്യാൻ പറ്റുമോ. അതായത് ഫിസിക്കൽ എൻവറോൺമെൻറ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഒരു പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ആ മാനുഫാക്ചറിങ് പ്ലാന്റിലേക്ക് നമ്മളൊരു മെഷീനറി ഡിസൈൻ ചെയ്യുകയാണ്. ഈ മെഷീനറി ഡിസൈൻ മാനുഫാക്ചറിങ് പ്ലാന്റിലേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന പുക കാര്യങ്ങളൊക്കെ ലൈക്ക് ദി എൻവറോൺമെൻറ്റൽ ആസ്പെക്റ്റ് അത് നോക്കുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ മാതിരി എയർ പൊല്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനെ മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കാറ്റലിസ്റ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. സോ അതൊക്കെ ഈ മെഷീനറീസ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യണം, ഒരു എഞ്ചിനീയറിന് ഇതുണ്ടാക്കാനായിട്ട്. അത് കൂടാതെ അയാളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഷുഡ് ബി വെരി മിനിമം കോസ്റ്റ് അല്ലെങ്കിൽ ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റിൽ വേണം അയാൾ ഉണ്ടാക്കാനായിട്ട്. An engineer should design with the idea of bettering the best.
സോ എൻജിനീയേഴ്സിന് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം, അയാൾ ഉള്ള ഒരു മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതിൽ തന്നെ ആ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ദിസ് ഡിസൈൻ മസ്റ്റ് ബി അക്കൗണ്ട് ഫോർ ദ ടുമോറോസ് ടെക്നോളജി ടുഡേ. So he have to understand whether this idea is going to tomorrow. So that tomorrow എന്ന് പറയുന്നത് he should be understand that yes, it is the product is for tomorrow, but he should understand for the materials and the design today itself. Okay, like എന്താ പറയുക, നമ്മൾ ഇന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, നാളത്തേക്കുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ. നാളത്തേക്ക് എന്തൊക്കെയാണ് നടക്കുക എന്ന് നമുക്കറിയില്ല. അപ്പോൾ നാളത്തേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ട് വേണം ഇന്ന് അതിനെക്കുറിച്ച് നമ്മൾ ഡിസൈൻ ചെയ്തുണ്ടാക്കാൻ. ലൈക്ക് ഐ മീൻ ദാറ്റ് എൻവറോൺമെൻറ്റിൽ ഭാവിയിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് അത് അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കരുത്. അതിനെ റെഡ്യൂസ് ചെയ്യുന്ന ടൈപ്പിൽ നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കണം. ആൻഡ് ദ ലൈഫ് സൈക്കിൾ ഓഫ് എ പ്രോഡക്റ്റ് ഓർ ദ സിസ്റ്റം ബിഗിൻസ് വിത്ത് ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എ നീഡ് ആക്ച്വലി. സോ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എ നീഡ് ആക്ച്വലി. നമ്മളൊരു ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ നമ്മൾ തീരുമാനിക്കുന്നത് ആക്ച്വലി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ടി വി അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ, ഇതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ, പണ്ട് കാലത്തായിരുന്ന മൊബൈൽ ഫോണൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 10 കൊല്ലം 20 കൊല്ലത്തൊക്കെ എന്നൊക്കെ വിചാരിക്കുള്ളൂ. പക്ഷേ ഇന്നത്തെ ജനറേഷൻ ഒരു 4 മാസം അല്ലെങ്കിൽ ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ ആകുമ്പോഴേക്കും മൊബൈൽ ഫോണൊക്കെ മാറ്റി പുതിയ വാങ്ങാനുള്ള, കാരണം ലേറ്റസ്റ്റ് ടെക്നോളജി വരും എന്നറിയാം. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കൊല്ലത്തിനേക്ക് അല്ലെങ്കിൽ 2 കൊല്ലത്തേക്ക് കണക്കാക്കിയിട്ടൊക്കെയാണ് അധികവും മൊബൈൽ ഫോൺസൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, now അടുത്തത് subsequently the conceptual, preliminary and detailed design, okay, as well as the production or the construction or installation, the customer use, support, decline, the disposal. സോ നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ തീരുമാനിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ കൺസെപ്ച്വൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രിലിമിനറി അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ഡിസൈൻ, ഇതെല്ലാം നമ്മളതിൽ ശ്രദ്ധിക്കണം. ഓക്കെ, അതായത് നമ്മളൊരു കൺസെപ്റ്റ് തുടങ്ങിയത് മുതൽ ഈ പറഞ്ഞ മാതിരി അതിൻ്റെ ഡിസ്പോസൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളതിൽ നോക്കിയിരിക്കണം. അതെങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, എന്തൊക്കെ രീതിയിലാണ് പ്രോസസ്സ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നത്, എല്ലാം നമ്മൾ അതിൻ്റെ മുകളിൽ അണ്ടർസ്റ്റാൻഡ് ഉണ്ടാകും. അതിൻ്റെ മുകളിലൊരു നമുക്ക് അതിൻ്റെ മുകളിലൊരു ഓക്കെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. സോ now the principle behind the life cycle engineering എന്ന് പറയുന്നത് the entire life of the product should be considered as its original design. ഓക്കെ, അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ആദ്യത്തെ ആ ഡിസൈനിൽ തന്നെയായിരിക്കും അതിൻ്റെ മൊത്തത്തിലുണ്ടായിരിക്കുന്ന അതിൻ്റെ എത്ര ഉണ്ടാകും, എത്ര കാലഘട്ടത്തേക്ക് നിൽക്കും എന്ന് പറയുന്നത്. ഒരു എഞ്ചിനീയറിംഗ് ഡിസൈൻ ഷുഡ് നോട്ട് ബി ട്രാൻസ്ഫോം ദ നീഡ് ടു ദി ഐഡിയ ദാറ്റ് പ്രൊഡ്യൂസസ് ദ ഡിസൈർഡ് പ്രൊഡക്റ്റ്. ഓക്കെ, so that produces the desired product. So but should also in designer compatibility with the related physical and functional requirement during the manufacturing and operation. സോ ഒരു എഞ്ചിനീയറിംഗ് ഡിസൈൻ എന്ന് പറയുന്നത് ഒരിക്കലും ഈ പറഞ്ഞമാതിരി നമുക്കൊരു ഐഡിയ ഉണ്ട്, ആ ഐഡിയ ഈ പറഞ്ഞമാതിരി നമുക്ക് ആവശ്യമുള്ളൊരു പ്രോഡക്റ്റായി മാറ്റുക എന്നുള്ളത് മാത്രമല്ല ആക്ച്വലി. സോ അതിൻ്റെ ഉള്ളിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ കൂടി ഉണ്ട്. ഇറ്റ് എൻഷുർ ദ ഡിസൈൻസ് കോമ്പാക്റ്റബിലിറ്റി, അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ഡിസൈൻസിന് നല്ലൊരു കോമ്പാക്റ്റബിലിറ്റി, അതായത് നമ്മളൊരു ലൈക്ക് ഓക്കെ ഇത് എൻവിറോൺമെൻറ്റിന് പറ്റിയതാണ് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾക്ക് പറ്റിയതാണ് എന്നുള്ള ഒരു കോമ്പാക്റ്റബിൾ ഡിസൈൻ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതുകൂടാതെ അതിൻ്റെ ഫിസിക്കലും അതുപോലെ തന്നെ ഫങ്ഷണൽ റിക്വയർമെൻറ്റും അതുപോലെ തന്നെ അത് നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആ മാനുഫാക്ചറിങ്ങിനും അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പറേഷൻസും ഇതെല്ലാത്തിനും യോജിച്ച തരത്തിലായിരിക്കണം നമ്മൾ ഡിസൈൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ടാക്കുകയാണ്. ഈ ഡിസൈൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാനുഫാക്ചറിങ് വളരെ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുക. എന്ത് പറ്റും? യെസ്, ആ ഡിസൈനിൽ കൂടുതൽ കോസ്റ്റ് ചിലവാകും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു വാച്ച് ഉണ്ടാക്കുകയാണ്, ഒരു വാച്ചിൻ്റെ ഒരു ഡിസൈനെ നിങ്ങൾ കൊണ്ടുവരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാച്ച് ഈ പറഞ്ഞ മാതിരി ഒരു വാച്ച് നിങ്ങൾ കൊണ്ടുവരണം. ആ വാച്ച് ഈ പറഞ്ഞ മാതിരി വളരെയധികം ഡിസൈനിൽ നിങ്ങൾ ഇമ്പാക്റ്റ് നടത്തുന്നത്. ഒരു മിനിറ്റ്, അപ്പോൾ ഓക്കെ റൈറ്റ്. അപ്പോൾ ഈ വാച്ചിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾ ഒരു വളരെയധികം ഒരു പ്രത്യേക തരത്തിലുള്ള ഡിസൈനാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇമ്പാക്റ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ഡിസൈനാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് വിചാരിക്കുക. ആ ഡിസൈനിൽ ഈ പറഞ്ഞ മാതിരി മാക്സിമം ഈ പറഞ്ഞ മാതിരി കോംപ്ലക്സിറ്റി കൂടുതലാണ്. ലൈക്ക് അതിൽ ഡിജിറ്റൽ ഇതുണ്ട്, അതുപോലെ തന്നെ അതിൽ 3D ഡയമെൻഷൻസ് ഉണ്ട്, അതിൽ പ്രൊജക്ടർ ഉണ്ട്, അങ്ങനത്തെ എല്ലാം ഉള്ള ഒരു വാച്ചാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എന്തായിരിക്കും സ്ഥിതി? യെസ്, ഭയങ്കര കോംപ്ലക്സിറ്റി ആയിരിക്കും. അതുകൂടാതെ ഈ പറഞ്ഞ മാതിരി അതിൻ്റെ മാനുഫാക്ചറിങ് എന്ന് പറയുന്നതും വളരെയധികം കോംപ്ലക്സ് ആയിരിക്കും. ഓക്കെ റൈറ്റ്. ഇനി അടുത്തത് ദിസ് ഇൻക്ലൂഡ് ദ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ഓഫ് ദ ലൈഫ് ഓഫ് ദ പ്രോഡക്റ്റ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ദ റിലയബിലിറ്റി ആൻഡ് മെയിൻറ്റൈനബിലിറ്റി. അപ്പം ഇതിന് കൂടാതെ നമ്മളൊരു പ്രോഡക്റ്റിനൊക്കെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഓൾസോ റിലേറ്റഡ് വിത്ത് ദ റിലയബിലിറ്റി ആൻഡ് മെയിൻറ്റൈനബിലിറ്റി ഓൾസോ. മെയിൻറ്റെയിൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ലൈഫ് സൈക്കിൾ എന്ത് സംഭവിക്കും? കുറയും ആക്ച്വലി.
സപ്പോസ് ഇത് മെയിൻറ്റെയിൻ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് അതിൻ്റെ റിലയബിലിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ പ്രോഡക്റ്റിന് എന്ത് സംഭവിക്കും? സെയിൽസ് കൂടുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് റവന്യൂ ഉണ്ടാകും. നൗ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഗോസ് ബിയോണ്ട് ദി ലൈഫ് ഓഫ് ദ പ്രോഡക്റ്റ് ഇറ്റ് സെൽഫ്. അതായത് നമ്മളിപ്പം ലൈഫ് സൈക്കിൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ടി വി എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ്. അപ്പോൾ ഈ ടി വി അതിൻ്റെ കാറ്റഗറി എന്ന് പറയുന്നത് ഒരു 5 വർഷത്തേക്കാണ് അത് കൊടുത്തിരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഈ 5 വർഷം എന്ന ഒരു ഡിസൈനർ അത് തീരുമാനിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലുള്ള കോമ്പോണൻസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. സോ ഡിസൈനിങ് കണ്ടീഷൻസ് അനുസരിച്ച് 5 കൊല്ലത്തേക്ക് അയാൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, പക്ഷേ അയാളുടെ മനസ്സിൽ അതൊരു 8 കൊല്ലം വരെ നിൽക്കും എന്നുള്ള ഒരു കാലാവധി അയാൾ കണക്ക് കൂട്ടണം. എന്നിട്ട് വേണം അയാൾ 5 കൊല്ലം എന്ന് പറയുന്നത് കണക്കാക്കാനായിട്ട്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി 5 കൊല്ലം ഇയാൾ വിചാരിച്ച് കഴിഞ്ഞാൽ 3 കൊല്ലം ആകുമ്പോഴേക്കും സാധനം കേടുവരും. ഓക്കെ, സോ ഹീ ഷുഡ് തിങ്ക് അബൌട്ട് ദാറ്റ് വെദർ ദിസ് ഗോയിങ് ടു ബിയോണ്ട്. ഓക്കെ, അതായത് ഈ പ്രൊഡക്റ്റിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ബിയോണ്ട് ദി പ്രൊഡക്റ്റ് ഇറ്റ് സെൽഫ്, ആ പ്രൊഡക്റ്റിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതലായിരിക്കണം നമ്മളത് ചിന്തിക്കേണ്ടത് ആക്ച്വലി. നൗ ഇറ്റ് ഈസ് സൈമൾട്ടേനിയസ്ലി കൺസേൺ വിത്ത് ദ പാരലൽ ലൈഫ് ഓഫ് ദി മാനുഫാക്ചറിങ് പ്രോസസ് ആൻഡ് ദി പ്രൊഡക്റ്റ് സർവീസ് സിസ്റ്റം. ഓക്കെ, so simultaneously concerned with the parallel life of the manufacturing process and of the product service system. സോ നമുക്കെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാനുഫാക്ചറിങ് പ്രോസസ്സും അതുപോലെ തന്നെ ഇതിൻ്റെ ലൈഫും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഷാർപ്പ് എഡ്ജസ് ഉള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഷാർപ്പ് എഡ്ജസ് നമ്മളിപ്പം ട്രാവലിങ് അല്ലെങ്കിൽ എപ്പോഴും കൊണ്ടുപോകുന്നൊരു വസ്തുക്കാണെങ്കിൽ ഇപ്പോൾ ഈ ഷാർപ്പ് എഡ്ജസ് എന്ന് പറയുന്നത് എപ്പോൾ നോക്കിയാലും നമുക്കത് ഒരു ട്രബിളിങ് ആയി തോന്നും. ഫോർ എക്സാമ്പിൾ പറയാൻ നിങ്ങൾ കാറുകളിലൊക്കെ ഷേപ്പ് കണ്ടിട്ടുണ്ടാകും, അധികം ഫ്ലൂയിഡിക് ഡിസൈൻ ആയിരിക്കും. അതുകൂടാതെ ഈ പറഞ്ഞമാതിരി എന്ത് ചെയ്യുക, ഷാർപ്പ് എഡ്ജസ് വളരെ കുറവായിരിക്കും കാറുകളിലൊക്കെ ഉണ്ടാകുന്നത്. അധികം ഒരു വളഞ്ഞും കൊണ്ട് അല്ലെങ്കിൽ ഒരു നമ്മൾ സോഫ്റ്റൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചാംഫേർഡ് ചെയ്തിട്ടുള്ള ഒരു ഷേപ്പ് ആയിരിക്കും ആക്ച്വലി വെഹിക്കിൾസിൻ്റെ ഒക്കെ അധികം ഉണ്ടാകുന്നത്. ഓക്കെ, പിന്നെ അത് മാനുഫാക്ചറിങ് പ്രോസസ്സിന് വളരെ ഈസി ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ദർ വിൽ ബി സം 3 കോർഡിനേറ്റഡ് ലൈഫ് സൈക്കിൾസ് ഗോയിങ് ഓൺ ദ സെയിം ടൈം. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈഫ് സൈക്കിളിലെ കേസ് പറയുമ്പം ആക്ച്വലി 3 കോർഡിനേറ്ററിങ്, അതായത് ലൈഫ് സൈക്കിൾ ഈസ് ഗോയിങ് ഓൺ വിത്ത് ദ സെയിം ടൈം. ഓക്കെ, 3 കോർഡിനേറ്റഡ് ലൈഫ് സൈക്കിൾസ് ഉണ്ടായിരിക്കും ഇതിന് ആക്ച്വലി. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ മെറ്റീരിയൽസ്, രണ്ടാമത്തെ മാനുഫാക്ചറിങ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ മൂന്നാമത്തേതെന്ന് പറയുന്നത് റീസൈക്കിൾ ആയിരിക്കും. സോ നമുക്കിതൊന്ന് ജസ്റ്റ് നോക്കി വെക്കാം. ഒരു പ്രൊഡക്റ്റ് കൺസെപ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് കൺസെപ്റ്റ് അടുത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസിനെ കുറിച്ചാണ്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ കൺസെപ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എൻവിറോൺമെൻറ്റിൽ എന്തെങ്കിലും ബാധകം ഉണ്ടാക്കുമോ, അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൽ വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആ മെറ്റീരിയൽസിൻ്റെ ഫംഗ്ഷൻ, ആ മെറ്റീരിയലിൻ്റെ കോസ്റ്റ്, അതുപോലെ തന്നെ അതിൻ്റെ യൂസ് ഓഫ് ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ആക്ച്വലി. ഓക്കെ, ഒരു പ്രൊഡക്റ്റിനെ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിന്തിക്കേണ്ട അടുത്ത കാര്യമാണ് എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസിനെ കുറിച്ച് പറയണം. എൻവിറോൺമെൻറ്റൽ ഇഷ്യൂ എന്ന് പറയുകയാണെങ്കിൽ ലൈക്ക് എൻവിറോൺമെൻറ്റിൽ അത് ഏത് എൻവിറോൺമെൻറ്റാണ് അത് യൂസ് ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് അതിൽ ഉണ്ടാക്കാൻ പോകുന്ന വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ മാനുഫാക്ചറിങ്ങിന് എങ്ങനെയാണ് അത് സാധിക്കുക ആക്ച്വലി ഇതേ മെറ്റീരിയൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനാണ് എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ്. പിന്നെ അടുത്ത വരുന്നത് എൻഡ് ഓഫ് ലൈഫ് ഇഷ്യൂസ് ആക്ച്വലി. അതായത് പെട്ടെന്ന് തന്നെ ഡിസ്പോസൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റീസൈക്ലിങ്ങിന് സാധിക്കുമോ, അല്ലെങ്കിൽ ഇതേ മെറ്റീരിയൽ നമുക്ക് എന്താ പറയുക ഡിസ്പോസലിനോ അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ആക്കാനോ നമുക്ക് പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അടുത്തത് പിന്നെ നമ്മൾ ഡിസൈനിലാണ് പറയുന്നത്. ഡിസൈനിൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഡിസൈൻ ഓഫ് യൂസ് അല്ലെങ്കിൽ മെറ്റീരിയൽ ചോയ്സ്, ഇതെല്ലാം ഡിസൈനിൽ പറയുന്നു. പിന്നെ വരുന്നത് ഫൈനൽ റിവ്യൂ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മാനുഫാക്ചറിങ് തുടങ്ങും, മാനുഫാക്ചറിങ് ചെയ്യണം. അപ്പോൾ ഇത് വരുന്നത് മാനുഫാക്ചറിൻ്റെ കേസിലാണ്. പിന്നെ അടുത്ത വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ലൈഫ്. അതിൻ്റെ ലൈഫ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിനെ വീണ്ടും റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കും. റീയൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട്, റീയൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് നോക്കിയതിന് ശേഷം സപ്പോസ് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, അതിനെ വീണ്ടും അതേ പ്രൊഡക്റ്റ് തന്നെ വീണ്ടും നമ്മൾ കൺവേർട്ട് ചെയ്ത് പുതിയതുണ്ടാക്കി കൊണ്ടുവരാനായിട്ട് നോക്കും. ഇതാണ് ഈ പറഞ്ഞ പാരലൽ സിസ്റ്റം 3 വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പാരലൽ സൈക്കിൾസ് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നീഡ് ഓഫ് ദ പ്രോഡക്റ്റ് ഫസ്റ്റ് റെക്കഗ്നൈസ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രൊഡക്റ്റിൻ്റെ ഫസ്റ്റ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. രണ്ടാമത്തത് പിന്നെ അതുകൂടാതെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ദെൻ സെക്കൻഡ് കേസ് നമ്മൾ ചിന്തിക്കേണ്ടത് ക്രിയേഷൻ ഓഫ് ദി മാനുഫാക്ചറിങ് പ്രോസസ്സ് ഇൻക്ലൂഡിങ് പ്രൊഡക്ഷൻ പ്ലാനിങ്, പ്ലാൻ ലേഔട്ട്, അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ് സെലക്ഷൻ, പിന്നെ അതുപോലെ തന്നെ പ്രോസസ് പ്ലാനിങ്, ഇതെല്ലാം നമ്മൾ ചിന്തിക്കുക. അടുത്ത കാര്യം അതായത് ഫസ്റ്റ് സൈക്കിളിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നീഡ് ഓഫ് ദി പ്രൊഡക്റ്റ് ആണെങ്കിൽ സെക്കൻഡ് കേസിൽ നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. അതുകൂടാതെ അതിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, പ്ലാൻ ലേഔട്ട് എങ്ങനെ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ സംതിങ് ലൈക്ക് പ്രോസസ്സ് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നുള്ളത്. എന്നാൽ തേർഡ് സൈക്കിളിൽ നമ്മൾ ചിന്തിക്കേണ്ടത് പ്രിലിമിനറി ഡിസൈൻ ഫേസ് ആണ് ആക്ച്വലി. പ്രിലിമിനറി ഡിസൈൻ ഫേസ് ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റത്തിനെ
ഇറ്റ് ഇൻവോൾവ്സ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് എ സർവീസ് സിസ്റ്റം. അതായത് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ സർവീസ് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് അടുത്തത് നമ്മൾ ചിന്തിക്കേണ്ടത്. ദ സർവീസ് ഓഫ് ദി സിസ്റ്റം ആൻഡ് ദ പ്രൊഡക്റ്റ് മെയിൻ്റെനൻസ് സിസ്റ്റം ഫോർ ദ മാനുഫാക്ചറിങ്. പിന്നെ അതുകൂടാതെ ദ ട്രഡീഷണലി എഞ്ചിനീയേഴ്സ് ഫോക്കസ്ഡ് ഓൺ ദി എക്വിസിഷൻ ഫേസ് ഓഫ് ദി പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. അപ്പോൾ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധാരണ മുമ്പ് നമുക്ക് പഴയ എഞ്ചിനീയേഴ്സൊക്കെ അവരൊക്കെ യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ അക്വിസിഷൻ ഫേസ് ഓഫ് ദി പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ലൈഫ് സൈക്കിൾ എന്തായിരിക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മൾ ആദ്യം എത്തും. പിന്നെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് സക്സസ്ഫുള്ളി കോമ്പറ്റീറ്റീവ് പ്രോഡക്റ്റ് ആക്കി മാറ്റും അവർ. അതായത് ഒരു നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് പ്രോഡക്റ്റ് മാത്രം ആക്കിയിട്ടില്ല, അതിൻ്റെ പെർഫോമൻസും മെയിൻ്റെനൻസും വളരെ രീതിയിൽ അവർ ഒരു ടൈം കൺസിഡർ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, ഒരു ഡിസൈനിൻ്റെ മുകളിൽ അവർ ചേഞ്ച് വരുത്തും. ലൈക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രോഡക്റ്റിന് തന്നെ ഒരുപാട് കോപ്പീസ് ഉണ്ടാവും, ലൈക്ക് അല്ലേ വേറെ ഏതെങ്കിലും കമ്പനീസൊക്കെ ഇറക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ മൊബൈൽ ഫോൺസ് തന്നെ ഒരുപാട് കമ്പനീസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസ് അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റുകളിനേക്കാൾ കൂടുതൽ സക്സസീവ് ആണെങ്കിൽ, ഒരു കോമ്പറ്റീറ്റീവ് പ്രോഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ പെർഫോമൻസും മെയിൻ്റെനൻസിനും ആശ്രയിച്ചിരിക്കും. പിന്നെ സം നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇറ്റ് ഈസ് പ്രോബ്ലംസ് വിത്ത് ഡീലിംഗ് വിത്ത് ഓപ്പറേഷൻ ആക്ച്വലി. ഓക്കെ, സോ നമ്മൾ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക സാധാരണഗതിയിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാവുന്ന ഓപ്പറേഷൻസും അതുപോലെ തന്നെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിനനുസരിച്ചായിരിക്കും. പിന്നെ ദ സഫിഷ്യൻറ്റ് സ്പെസിഫൈഡ് നോളേജ് എക്സിസ്റ്റ് ടു സോൾവ് മെനി ദീസ് പ്രോബ്ലംസ്. ഇങ്ങനത്തെ പ്രോബ്ലംസുകളെല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സ്പെസിഫിക് നോളേജ് ഇതിൻ്റെ മുകളിലുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ലൈഫ് സൈക്കിളിൻ്റെ മുകളിലേക്കും അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഈ പറഞ്ഞ മാതിരി എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അതിനെ സോൾവ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫെയിലിയർ മോഡ് ആൻഡ് എഫക്റ്റ് അനാലിസിസ്, റൂട്ട് കോസ് അനാലിസിസ്, റിലയബിലിറ്റി സെൻറ്റേഡ് മെയിൻ്റെനൻസ്, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ്. The knowledge must be useful. It is integrated into systematic solutions during the original design. സോ നോളജ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഒറിജിനൽ ഡിസൈനിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും അതിനൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു, അല്ലെങ്കിൽ അതിന് സിസ്റ്റമാറ്റിക് സൊല്യൂഷൻസ് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കണം നമ്മളെ നോളജ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ കേസ്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ ഇത് നമ്മുടെ P3 മൂന്നാമത്തെ വീഡിയോ ആണ്, അതായത് ക്ലാസ് 13 മൂന്നാമത്തെ വീഡിയോ ആണ്. എല്ലാവരും ഈ 3 വീഡിയോസും കാണാം. ഓക്കെ, എനിവേ, താങ്ക് യു.